മനഃപൂർവ്വം നിങ്ങളിവിടെ ആയിരിക്കാൻ ആഗ്രഹിച്ചിട്ട് വരിക. ആഗ്രഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആഗ്രഹമുള്ളിടത്താണ് അനുഗ്രഹം ഉണ്ടാകുക. ആഗ്രഹമില്ലാത്തടത്ത് അനുഗ്രഹം ഉണ്ടാകില്ല. 2, ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് വരിക. ഡേവിഡ് സർമലച്ചനെ വിലയിരുത്താൻ വേണ്ടി വരണ്ട. ഞാൻ എങ്ങനെയുണ്ടെങ്കിൽ ഒരു നോക്കാം എങ്ങനെയുണ്ട്. കഴിഞ്ഞ വർഷത്തെ അത്ര നല്ല ധ്യാനമായി കേട്ടോ. എന്നെ അളക്കാൻ വേണ്ടി വരല്ലേ, എന്നെ അളക്കാൻ ഞാൻ ധ്യാനം കൂടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കാൻ ഞാൻ സഹായിക്കുന്ന ഒരാൾ മാത്രമുള്ളൂ. നിങ്ങൾ സഹായിക്കുക, അതാണ് എന്റെ ജോലി, വേറെ ഒന്നുമില്ല. 3, ഇത് അനുഗ്രഹത്തിന്റെ ഒരു ദിവസങ്ങളായിട്ട് മാറണം. എന്ന് നിങ്ങൾ തമ്മിലാണ്. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ മനസ്സിന് ധൈര്യം തരണം, എൻ്റെ കുടുംബത്തിന് സമാധാനം തരണം, ക്ഷമിക്കാൻ, പൊറുക്കാൻ, കൊടുക്കാൻ, സഹിക്കാൻ. അത്ര പ്രിയമുള്ളവരെ, PhD എടുക്കേണ്ട സബ്ജക്റ്റുകളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇതിലാണ് ഡിഗ്രി നമ്മുടെ മക്കൾ എടുക്കേണ്ടത്, നിങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടെ ധ്യാനം കൂടാൻ വരണം. നല്ല മനസ്സ്. കഷ്ടപ്പെട്ടിട്ട് ധ്യാനം കൂടാൻ വരരുത്. ഇഷ്ടപ്പെട്ടിട്ട് ധ്യാനം കൂടാൻ വരണം. അതോരം കഷ്ടപ്പാട് സഹിച്ചിട്ടാണെന്ന് പറയുക ധ്യാനം കൂടാൻ വരണ്ട. നീ കഷ്ടപ്പെട്ട് വന്നിട്ട് കാര്യമില്ല. ഇഷ്ടപ്പെട്ടിട്ട് തമ്പുരാനെ എനിക്ക് അറിയണം, എന്നെ നീ അനുഗ്രഹിക്കുക. എന്റെ കുടുംബത്തിലെ നാട്ടുകാർക്കൊന്നും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇല്ലേ? എനിക്കറിയൊന്നും വേണ്ട. സ്വയം ചിന്തിച്ചു നോക്ക്. ആർ യു ഹാപ്പി? അല്ല, വിലയിരുത്തി നോക്ക്. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാലോ, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ച്, നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാൽ ആർ യു ഹാപ്പി? പണം കിട്ടിയിട്ടൊന്നും ജീവിതം സന്തോഷപ്രദമാകില്ല. ആൾക്കാർ വിചാരിക്കുന്നത് കാശുണ്ടായാലാണ് വലിയ സന്തോഷം ഉണ്ടാകും. ഒരിക്കലൊരു ഇങ്ങനൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരച്ഛൻ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞിട്ട് സങ്കീർത്തിയിൽ ചെന്നാലേ സങ്കീർത്തിയിൽ ഒരു ഭാഗത്ത് അച്ഛൻ ഇങ്ങനെ വന്നു പ്രാർത്ഥിക്കും. അപ്പൊ കപ്പ്യാരിങ്ങനെ ശ്രദ്ധിച്ച് ആൾത്താര് സക്രാരിന്റെ അവിടെ നിൽക്കണ്ട്. അച്ഛൻ സങ്കീർത്തിയിൽ ഒരു ഭാഗത്ത് അവിടെ ഒരു സ്ലാബ് ഉണ്ട്. ആ സ്ലാബിന്റെ അവിടെ നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞു പോയപ്പോ കപ്പ്യാരി വന്ന് അവിടെ നോക്കിയപ്പോ ഒരു സ്ലാബ്, അതും എഴുതി വെച്ചിരിക്കുന്നു, കർത്താവ് ഇവിടെ വസിക്കുന്നു. സങ്കീർത്തിയില് എന്താ സങ്കീർത്തിയില് കർത്താവ് ഇവിടെ വസിക്കുന്നു? അച്ഛൻ പോയി കഴിഞ്ഞപ്പോ സങ്കീർത്തിയില് താക്കോല് കപ്പ്യാരുടെ ഉണ്ടാവില്ല. വാതിലൊക്കെ അടച്ച് കപ്പ്യാരെ ആലോചിച്ചു, ഇവിടെ വസിക്കുന്ന കർത്താവിനൊന്ന് കണ്ടിട്ടന്നെ. അങ്ങോരാ വെള്ളാക്കൊക്കെ കൊണ്ടുവന്ന സ്ലേബൊക്കെ കുത്തി പൊളിച്ച് മറച്ചിട്ടോ പിന്നില്ല, അതിൽ നിറച്ച് കാശ് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുക. അത് ശരി, ഇതാണ് കർത്താവ്. ഒരു ചാക്ക് എടുത്തുകൊണ്ടുവന്ന കാശ് മുഴുവൻ ആ ചാക്കിലാക്കി മാറ്റി ആ സ്ലാബ് ഇട്ട് കഴിഞ്ഞപ്പോ കപ്പ്യാർക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്നതുമായിട്ട് യോജിക്കണില്ല. അത് മാറ്റി അത് എഴുതി, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സഹോദരങ്ങളെ, അച്ഛന്റെ കാര്യത്തിന്റെ എന്താ സന്തോഷം? നിങ്ങളുടെയും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകൂട്ട. നിന്റെ കർത്താവ് ആര്? പ്രിയമുള്ളവരെ, എന്റെ ആരോഗ്യം തോമസ് ചേട്ടനെ കണ്ടില്ലേ? എന്റെ ആരോഗ്യമല്ല എന്റെ ദൈവം, എന്റെ സമ്പത്തല്ല എന്റെ ദൈവം, എന്റെ മക്കളല്ല എന്റെ ദൈവം. ഇതൊക്കെ എനിക്ക് തരുന്ന കർത്താവ്. കരമേറി ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും ആ ദൈവത്തിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ബോധ്യം പോണത് എപ്പോഴാണെന്നറിയോ? ദൈവത്തിന്റെ വഴികളെ വിട്ട് സഞ്ചരിക്കുമ്പോ ദൈവത്തിലുള്ള ബോധ്യം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പ്രിയമുള്ളവരെ, അതാണ് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തട്ട. കാരണം നമ്മൾ ആ വഴി കൂടെ അല്ല പോണത്. നമ്മൾ ഈ ലോകത്തോടുള്ള മമത കൊണ്ട് നിറഞ്ഞിരിക്കുക. നമ്മൾ അറിയണില്ല നമ്മുടെ കാലാവധി എപ്പോഴും നിശ്ചയിച്ചിട്ടില്ലേ, നമുക്ക് അറിയണില്ല. മണ്ടനായിട്ട് നമ്മൾ ജീവിച്ച്. ഞാനൊരു ചേട്ടനെ കുറിച്ച് ഓർത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, കുവൈറ്റില് ഒരു 10 വർഷം ജോലി ചെയ്ത് തിരിച്ചു വന്നൊരു കല്യാണം, ഒരു പെണ്ണിന്റെ കല്യാണം കഴിച്ച് പോയി ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ 2 കുട്ടികളുണ്ടായി. ആ കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 10-20 വർഷം കൂടി ജോലി ചെയ്ത് ഒരു 5-8 കോടി രൂപ സംഘടിപ്പിച്ച് വന്ന് തൃശ്ശൂര് ഒരു 10 കോടി രൂപയുടെ ഒരു വീട് പണിത് അത് മെത്രാനച്ചുകൊണ്ട് ബ്ലസ് ചെയ്ത് പിറ്റേ ദിവസം ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ച് കല്ലറയിലേക്ക് ഉള്ളിലേക്ക് പോയി. യാതൊക്കെ ജീവിച്ച് ഒരു വീട് പണിത് ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ച് കല്ലറയിലേക്ക് പോവാനാ.
ഒന്ന് സഹോദര, നീ ഒരു വീട് പണിയാൻ വേണ്ടി ജനിച്ച ആളാണ്. നീ എന്തിനാ ജനിച്ചേ? നീ ജനിക്കുമ്പോ എഴുതി വെച്ചു 10 കോടി വീട് പണിത് ഹാർട്ട് അറ്റാക്കായി മരിച്ചു വരും. നീ എന്തിനു ഭൂമിയിൽ ജീവിച്ച സഹോദര? സ്നേഹിക്കാൻ, ദൈവത്തെ അറിയാൻ, സഹോദരങ്ങളെ അറിയാൻ, ജീവിതത്തിന്റെ സന്തോഷം എന്തോരിക്കണോ പ്രിയമുള്ളവരെ. ഈ ശരീരത്തിലല്ല സന്തോഷം ട്ടോ, ഉള്ളിലാ, മനസ്സിന്റെ ഉള്ളിലാ സന്തോഷം. അതുണ്ടോ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ? ഒരിക്കലൊരു ഷാജി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ കുതിരിച്ചത് പള്ളിയിലിരിക്കില്ല. അവൻ ഇങ്ങനെ ദൈവത്തിന് പള്ളിയിൽ വരണമെന്നില്ല, അങ്ങനെ ഇത് നമ്മുടെ നാട്ടിൽ UK സെക്കുലർ ലൈഫ് ജീവിക്കുന്ന ഒരാൾക്കാരുണ്ട്. Jesus Christ rose and appeared to many. He appeared to many. Jesus Christ rose and he appeared to many. Thank you. അപ്പോ ഈ ജീവിതത്തില് ദൈവത്തെ അറിയാതെ പോയി ജീവിച്ച ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇയാള് രാത്രി കിടന്നുറങ്ങായിരുന്നു. കാലത്ത് ഇയാൾ എഴുന്നേറ്റപ്പോ ഭാര്യ മക്കളൊക്കെ എഴുന്നേറ്റ് പോയി, പക്ഷെ ഇയാൾ എഴുന്നേറ്റപ്പോ ഇയാളൊരു കൈ എഴുന്നേറ്റിട്ടില്ല. കൈ അവിടെ കിടക്കുന്നത് പേടി. എന്ത് കൈ പൊത്താത്ത? നിമിഷ നേരം കൊണ്ടാണ് ജീവിതത്തിന്റെ വശങ്ങൾ വരുന്നത്. ഭാര്യ വന്നു, മക്കൾ വന്നു, എന്ത് പറ്റി? കൈ വന്നിട്ടില്ല. ആൾക്കാരെ കൂടി ഷാജിന് കൈ വന്നിട്ടില്ല. രാത്രി കിടക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, കൈ വന്നിട്ടില്ല. അവസാനം ഡോക്ടറെ കൊണ്ടുപോയി കരച്ചിലായി ഒഴിച്ചില് കാര്യങ്ങളൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. 1-2 ആഴ്ച പല ഡോക്ടർ അറിയില്ല, ഈ സൈഡ് ഒരു ഈ കൈ തളർന്നു പോയി, കൈ വന്നിട്ടില്ല. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ ഒരു ധ്യാനത്തിന് നോക്കണ. അപ്പൊ കൈവന്നാത്ത ധ്യാനമായിട്ട് എന്താ ബന്ധം? നീ ധ്യാനത്തിന് നാന്ന് ചെല്ല്. എന്റെ കൈ വന്നാത്തതിന് ധ്യാനത്തിന് എന്താ? നീ ഒന്ന് ചെല്ല്. അങ്ങനെ ഈ ഷാജി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അവന്റെ കൂട്ടുകാരന്റെ കൂടെ വന്ന് കയറുക. ഇവൻ ധ്യാന കേന്ദ്രത്തിന്റെ പടി കടന്ന് നോക്കുമ്പോ 10,000 പേരാണ് ഈ ധ്യാന കേന്ദ്രത്തില്. ഇവരൊക്കെ കണ്ടപ്പോഴില്ല തന്റെ കൂട്ടുകാരനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയാം? ഇത്രയധികം പേരുടെ കൈ തളർന്നുണ്ടോ? അവൻ വിചാരിച്ച എന്താന്ന് വെച്ചാല്, ഈ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടെ പ്ലീസ്, നമ്മുടെ സമയങ്ങളെ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചല്ലേ നടക്കട്ടെ. ഇത്രയധികം പേരുടെ കൈ തളർന്നണ്ട. അപ്പം പറഞ്ഞ കൈ തളർന്നതല്ല, നീ ധ്യാനം കൂടെ എനിക്ക് നിന്റെ മാത്രം കൈ തളർന്നിട്ടുള്ളൂ. അങ്ങനെ ഒന്ന് ധ്യാനം കൂടാൻ വന്ന് അച്ഛൻ ധ്യാന പ്രസംഗം തുടങ്ങി. അങ്ങനെ ശ്രദ്ധിക്കണോ കാര്യങ്ങളെ പ്രധാനപ്പെട്ട വിഷയം നിർത്തി പറഞ്ഞു. അവസാനം അച്ഛൻ ധ്യാനം തുടങ്ങി. നമുക്ക് കൈയുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്നിട്ട് എല്ലാവരും കൈയുയർത്തി സ്തുതിക്കാം. എല്ലാവരും കൈയുയർത്തി ദൈവത്തെ. ഇവന്റെ അസുഖം അറിയാലോ, ഈ കയ്യെ ഒന്നില്ല. അപ്പോ കൂട്ടുകാരൻ കൈയുയർത്തി. അപ്പൻ കൈയുയർത്തണം, കൈയുയർത്ത. അവസാനം ഒരു കൈ, മറ്റേ കൈ പൊന്തിലില്ല. അപ്പൊ 2 കൈയെടുത്ത് എല്ലാവരും സ്തുതിക്കുക. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ആള് ഇവരെ നോക്കി ഓർമ്മ, 2 കൈയെടുത്ത നീ നിന്റെ കാര്യം അന്വേഷിച്ചാൽ മതി. അറിയാം എന്റെ വർഷം എല്ലാം അറിയുള്ളൂ. അതാ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്ക് നമ്മുടെ വർഷം അറിയില്ല. അങ്ങനെ എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവനറിയാം, കാരണം ആയിരക്കണക്കിന് ആൾക്കാരല്ലേ, ഇവനും അറിയാതെ സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നിമിഷം നേരം കൊണ്ട് ഇവന്റെ കയ്യിൽ ഇവനറിയാതെ ഉയർന്നു. ഇത് ഉയർന്നത് കണ്ടവശം ഇവന്റെ ശബ്ദം കരഞ്ഞു കരഞ്ഞു. അപ്പോ അടുത്തിരിക്കുന്നത് നോക്കിയപ്പോ ഇവന്റെ കൈ ഉയർന്നിരുന്നു. എല്ലാവരും സ്തുതിപ്പായി. ഭാര്യ ആർക്കറിയില്ല. സ്തുതിപ്പ് കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, കൈ താഴ്ത്തി എല്ലാവരും ഇരിക്കുക. ശിവത് കേൾക്കുന്നില്ല. അപ്പോ ആദ്യം ഒരാള് പറഞ്ഞില്ല, 2 കൈ ഉയർത്താൻ പറഞ്ഞപ്പോ തിക്കുന്നതിരക്കടിച്ച ആളുണ്ടല്ല. ഇയാൾ നോക്കുമ്പോ അച്ഛൻ എല്ലാവരും കൈ താഴ്ത്തിയിരിക്കാൻ. കൈ ഉയർത്താൻ പറഞ്ഞപ്പോ ഉയർത്തിയില്ല. അപ്പൊ താത്താൻ പറഞ്ഞപ്പോ താത്തില്ല. പട്ടിയുടെ അഭ്യണ്ടെന്ന് തോന്നുന്നു. ഇവ കേട്ടില്ല. അച്ഛൻ പറഞ്ഞു, ഹലോ, കൈ ഉയർത്തി താഴ്ത്തി ഇരിക്കൂ. അപ്പൊ കൂട്ടുകാർ കൈ താഴ്ത്തിയിരിക്കണം. അവൻ മിണ്ടുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ അച്ഛൻ, ഹലോ, കൈ താഴ്ത്തി ധ്യാനം തുടങ്ങാണ്, ഇരിക്കൂ. അവൻ അച്ഛനെ നേരെ നോക്കി. ഇല്ല ചോ, കൈ താഴ്ത്തിയിരിക്കൂ. ധ്യാനം ഇല്ല. കൈ താഴ്ത്തി ഇല്ല. ഒരു കണക്കിന് പൊന്തി കിട്ടിയതാ, ഇനി താത്തില്ല. ഇവന്റെ വിചാരം വെച്ചാല് ഈ പൊന്തിയത് ഇനി താഴില്ല എന്നാ വിചാരിക്കണേ. സഹോദരങ്ങളെ മനസ്സിലാക്കുക,
തമ്പുരാന്റെ കൈകളിലാണ്. Touch me more than you, because I have the wounds of Christ. The wounds of Christ, I behold them. It hurts me more than you. You do a good job, and you're a good man, and I believe in you. I believe in Jesus Christ, and I believe in you. I believe in love thy neighbour, and respect God at all fucking times. I mean that. I fucking mean that. ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യമാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്താനുള്ള ദിവസങ്ങളാണ്. ആ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നവരെ അവന് മനസ്സിലായി, എൻ്റെ കയ്യിൽ ഉയരുന്നതും താഴുന്നത് പോലും ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? 1.5 കോടി ജനങ്ങളാണ് ഈ ഭാരതത്തിലെ. ഇന്ന് വരെ പെറ്റ തള്ളനെ കണ്ടിട്ടില്ല. ജനിച്ചന്ന് തൊട്ട് കുരുടനല്ലേ. ഭാരതത്തിലെ കണക്ക് ഞാൻ പറഞ്ഞു. എത്രയോ